ഭാര്യയിൽ കണ്ട നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഭാര്യ കുടുംബം നോക്കും, അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. കുട്ടികളെ നോക്കും, കുടുംബം നോക്കും, നമുക്ക് ബോധറേഷൻ ഇല്ല. പിണങ്ങിയിരിക്കോ? ഞാൻ കൂടുതലും വഴക്കൂടും, എന്നോട് അങ്ങനെയൊന്നും അല്ല, വഴക്കൂടിയിട്ട് പിണങ്ങിയിരിക്കോ? പിണങ്ങിയിരിക്കും. എത്ര ദിവസം വരെ നീളും? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് തന്നെ വിളിക്കും. ഇങ്ങോട്ട് എക്സ്ക്യൂസ് പറയൂ അല്ലേ? ഏത് കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറഞ്ഞാൽ? പഴയ കാലഘട്ടത്തിലാണ് നല്ല പാട്ടുകൾ. ഇപ്പൊ പാട്ടുകളില്ല. ഇപ്പൊ ട്രാക്കിനനുസരിച്ച് പാട്ടുണ്ടാക്കുക, അതിനനുസരിച്ച് പാടുക. പണ്ടങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ പാർലമെന്റ് ഇലക്ഷനെ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലീഡറാണ്. ഞാൻ പറഞ്ഞ നെഹ്റുവിനുണ്ടായിരുന്ന പല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ പപ്പു എന്നും മറ്റേന്നും മറിച്ചെന്നും ഒക്കെ വിളിച്ച് അപമാനിച്ചു. ഇപ്പൊ സാർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഒരുപാട് ലഹരിക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിൻഷി അലോഷ്യസ് അതുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്ക് ഒരു പരാതി കൊടുത്തിരിക്കുക. 24 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് വിചാരിച്ചാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. ഞാൻ അങ്ങനെ അറുത്തിട്ടുണ്ട്. ബ്രിട്ടാസും സുരേഷ് ഗോപിയും കൂടെ സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ കുറിച്ചുള്ള രണ്ടുപേരും മലയാളത്തിൽ പറയേണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. ഷാഫി ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടോ ആയിക്കോട്ടെ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്ന വാചകങ്ങളായിരിക്കത്തില്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിനൊക്കെ കുറച്ചുകൂടി മെച്ചൂർഡ് ആവുന്നതുകൊണ്ട് നമ്മളിൽ നിന്ന് ആളുകളെ മെച്ചൂർഡ് ഒപ്പീനിയനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നുള്ള മിക്കവാറും ചെറുപ്പക്കാരെ അങ്ങനെ ഞാനും മിഞ്ഞാറ്റും കൂടെ കൊണ്ടുവന്നവർ തന്നെയാണ്. ജോലി ചെയ്താൽ പോലും ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തുടർഭരണം ഒരു തെറ്റായി പോയെന്ന് ജനങ്ങളെന്ന് വിശ്വസിക്കുന്നു. വാർത്തകളൊക്കെ വരുമ്പോൾ നെഗറ്റീവ് വാർത്തകളും ഒക്കെ നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ വായിക്കുമ്പോൾ ഇത് ശരിക്കും സത്യമാണോ ഇല്ല എന്നുള്ളത് അറിഞ്ഞൂടായിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമോ പോയിട്ട്? ഇത് ശരിക്കും ചോദിക്കാറുണ്ട്. ദൂരെ ഉള്ളപ്പോ ചോദിക്കാറുണ്ട്, അടുത്തുള്ളപ്പോ ചോദിക്കാറ് ഇതൊക്കെ സത്യമാണോ ഈ എഴുതി വരുന്നതൊക്കെ? അപ്പൊ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക? അത് രാഷ്ട്രീയമല്ലേ, അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മള്? അവർക്ക് മനസ്സിലാവുന്ന പക്ഷേ നമ്മൾ പറയുക ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ നമ്മള് ജനങ്ങൾക്ക് ഇത്രയും കാലം ഉള്ളത് കൊണ്ട് മനസ്സിലാവും കുറെയൊക്കെ. അതെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക്. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും അല്ലേ? അല്ല, മനഃപൂർവ്വമായി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും കുറെ ആളുകൾ ഇറങ്ങി എനിക്കെതിരായിട്ട് പറയും. അപ്പൊ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസൂത്രിതമാണ്. ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് വിധേയമാകുന്നു. പിന്നെ ഞാനിപ്പോൾ അതൊന്നും വായിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ആ സോഷ്യൽ മീഡിയ തന്നെ സാർ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം അഭിമുഖങ്ങളൊക്കെ ഇടുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ അത്? അതെ അതെ അതെ. ചില ആളുകളോട് ഞങ്ങൾ അഭിമുഖം, പരസ്പര സംസാരം, ചർച്ച ഒക്കെ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കുറെ ആളുകൾക്ക് അത് സന്തോഷം. ഒത്തിരി ആളുകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇൻഫർമേറ്റീവ് ആണ്, കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും, അത് നന്നായിട്ടുണ്ട്, അതൊക്കെ ആളുകൾ പറയാറുണ്ട്. അല്ല, കുറച്ചുകൂടെ സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ധൃതിയില്ല, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്കും തോന്നുന്നത്. അത് തുടരണം, ആ അഭിമുഖങ്ങളും തുടരണം. കേരളത്തിൽ നമ്മൾ സിനിമയിൽ പാട്ടുകളുണ്ട്. ഒരു കാലഘട്ടത്തിൽ പാട്ടുകളായിരുന്നു പ്രധാനപ്പെട്ടത് സിനിമയിൽ. ഇപ്പൊ പാട്ട് കുറവാണ്, മറ്റൊരു തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഏത് കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം? നമ്മൾ പഴയ കാലഘട്ടത്തിലാണ് നല്ല പാട്ടുകൾ. ഇപ്പൊ പാട്ടുകളില്ല. ഇപ്പൊ ട്രാക്കിനനുസരിച്ച് പാട്ടുണ്ടാക്കുക, അതിനനുസരിച്ച് പാടുകയാണ്. പണ്ടങ്ങനെയല്ല. ഇപ്പൊ വയലാറൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. വയലാർ പാട്ടുകൾ അവർ പാട്ട് എഴുതി കൊടുത്തിട്ട് അതാണ് ചിട്ട ചെയ്യുന്നത് അല്ലേ? ദേവരാജ മാഷ് നന്നായിട്ട് ട്യൂൺ ചെയ്ത് വരുന്ന പാട്ടുകൾ, അത് യേശുദാസ് പാടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതൊക്കെ വലിയൊരു അല്ലേ? നമുക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ജയചന്ദ്രൻ, അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. അവരൊക്കെ പാടുന്ന പാട്ടുകൾ, പിന്നെ ശ്രീകുമാരൻ തമ്പി നല്ല പാട്ടുകൾ, അവിടെയൊക്കെ എത്രയോ പാട്ടുകളാണുള്ളത്. പക്ഷെ ഇന്നൊന്നും ഒരു പാട്ടും അങ്ങനെ വരുന്നില്ല അല്ലേ? മോൻ പാടുന്ന കേൾക്കാം, പാലാപ്പള്ളി, തിരുപ്പള്ളി എന്നൊക്കെ അങ്ങനെയുള്ള പാട്ടുകളാണ്. ഈ അപ്പൊ പുതിയ പാട്ട് കേൾക്കുമ്പോൾ നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ എന്നൊക്കെ പറയുന്ന ഹിറ്റ് പാട്ടുകളാണ്. അതൊക്കെ കേൾക്കുമ്പോഴും റാപ്പ് സോങ്സ് അതൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ ഇളയ മൂത്ത മോന്റെ മോനിലൂടെയാണ്. അല്ല, അത് കേൾക്കുമ്പോ എന്താണ് ഈ പറയുന്ന പഴയ പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ പാട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന വലിയ സമൂഹമുണ്ട്. ഉണ്ട്. ഞങ്ങളുടെ മൂത്ത മോന്റെ മോൻ ആ പാട്ടാ ഇഷ്ടം അല്ലേ? ഭക്ഷണം കഴിക്കണം, ഇത് വെച്ച് കൊടുക്കണം, പാലാപ്പള്ളി. ഈ പിള്ളേരോടൊക്കെ കളിക്കുമ്പോൾ ചെറിയ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ. അപ്പം കളിക്കുമ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ? അത് അപ്പോൾ കുഞ്ഞുകുട്ടി ആവണമല്ലോ നമ്മൾ.
അപ്പൊ അവരോടൊപ്പം ആന കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ആന കളിക്കാറ്. ആ എന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെടുവോ? അപ്പം എങ്ങനെയാണ് അല്ല, കാണുന്നത്? ആന കളിക്കാൻ പറയാം, മുമ്പിൽ തന്നെ പറയാം നമ്മളോട് ആന കളിക്കണമെന്ന്. ആ അപ്പൊ നമ്മുടെ പുറത്ത് കയറി ആന കളിക്കും, നമ്മൾ അതുപോലെ പോകണം. അല്ല, ആ സമയത്തൊക്കെ നമ്മളൊരു വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. അതൊക്കെ നമ്മൾ അവരുടെ മനസ്സിനോടൊപ്പം ഒത്തുചേരുകയാണുള്ളത്. ആ പക്ഷെ ഈ മക്കൾക്ക് ഇപ്പോഴും പരാതി ഉണ്ടാവും, സമയം കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും കുറച്ച് ആ കാര്യത്തിലൊക്കെ പരിഭവം പറയുമ്പോ എന്താ തിരികെ മറുപടി പറയാ? ഇപ്പൊ ഒന്നും ആരും പരിഭവം പറയില്ല, ഇപ്പൊ അറിയാം, യൂസ്ഡ് ആയിപ്പോയി. പക്ഷെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ മക്കളുമായിട്ട് അത്രയും അടുപ്പം സമയം കിട്ടുന്നില്ല. കൊച്ചുമക്കളുമായിട്ട് കുറെ കൂടെ സമയം നമുക്ക് കിട്ടും. പാർലമെന്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് അവർ സ്കൂളിൽ പോകും, നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് അവർ ഉറങ്ങും. അപ്പൊ അങ്ങനെ ആ ടൈമിങ്, നമ്മുടെ ടൈമിങ് അവരുടെ ടൈമിങ് തമ്മിൽ ഒത്തുപോകില്ല പലപ്പോഴും. മകന്റെ മകളോടാണ് കൂടുതൽ നമുക്ക് ഇപ്പൊ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു സമകാലിക വിഷയം, ഇപ്പോൾ സാർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഒരുപാട് ലഹരിക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിൻഷി അലോഷ്യസ് അതുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്കൊരു പരാതി കൊടുത്തിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല, മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് ഒരുപാട് തരത്തിലുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഹോട്ടലുകൾ പോലും ഇപ്പോൾ അന്ന് സാറിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് വലിയ ഹോട്ടലുകളിൽ റെയ്ഡ് നടക്കുന്നത് സംബന്ധിച്ച് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഭയങ്കര എവിഡൻ്റ് ആണ്, നമുക്കറിയാം ഇതുണ്ട്, അതും സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കേരളത്തിന്? ശക്തമായ നടപടിയാണ് ആവശ്യം. ആ നടപടി ഉണ്ടായാൽ ഇത് നിൽക്കും. ഞാൻ പറയുന്നു 24 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് വിചാരിച്ചാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. ഞാനങ്ങനെ അറുത്തിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ നമ്മൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിൽ വൻകടലിൽ പോയി പാർട്ടികൾ നടത്തുന്നവരെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വരവ് എവിടെ നിന്നാണെന്ന് പോലീസിനറിയാം. എയർപോർട്ടുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്, കപ്പലുകളിൽ പിടിച്ചിട്ടുണ്ട്, വൻകിട ബോട്ടുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിനൊരു വലിയ ഘടകമാണ്. ട്രെയിനുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പരാതി കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ ഉറങ്ങുകയായിരുന്നു, ഒന്നും ചെയ്തില്ല. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഒരുമിച്ച് വലിയൊരു ഇഷ്യൂ ആണ് ഇതെന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇടപെടുന്നത്. അന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെ ഒരു സിനിമ അഭിനയിച്ച് ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. മാത്രമല്ല വൻതോതിൽ പോലീസ് മറ്റൊന്നും നോക്കാതെ ശക്തമായ നടപടി സ്വീകരിച്ചു. ഈ മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 9 വർഷമൊന്നും ചെയ്തില്ല. അവിടെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ നമ്മൾ കാണുന്നത്.